ഇന്നിവിടെ സൗദിയിൽ നാഷണൽ ഡേ ആണ്. അപ്പൊ നമുക്ക് കോർണിഷിൽ വെടിക്കെട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി പോവാം. അപ്പൊ നമുക്ക് പോകാം. എന്റെ കുട്ടിന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? തക്കട് കുട്ടനാണ്. എന്റെ തക്കട് കുട്ടൻ എങ്ങനെയുണ്ട്? പോവാം. ഓ റെസ്പോൺസിബിൾ ബസ്സിലേക്ക് തന്നെ. വീട്ടിക്ക് വേണം, വീട്ടിക്ക് വേണം. ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് ഒട്ടുമിക്ക വണ്ടികളും അവരുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? വീണ്ടും എനിക്ക് വിശപ്പിന്റെ അസുഖമായി. അപ്പൊ ചെറുതായിട്ട് ലഘുഭക്ഷണം കഴിക്കാൻ വിചാരിക്കുന്നുണ്ട്. അവിടെ പോയി മനസ്സ് മാറി ചിലപ്പോ ലഘുഭക്ഷണം ബിഗ് ഭക്ഷണം ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പത്തായം വേണ്ട, അങ്ങോട്ട് പോവാ. എനിക്ക് കാറിന്റെ ഉള്ളിൽ അസ്വസ്ഥത. പത്തായം റെസ്റ്റോറന്റിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് പോവാം. എന്ത് കഴിക്കാം, എന്ത് കഴിക്കാം, എന്ത് കഴിക്കാം, എന്ത് കഴിക്കാം. ഈ റെസ്റ്റോറന്റിലേക്ക് കോസ്റ്റ്ലി ഫുഡ് എടുത്തോളൂ. ഏതാണെങ്കിലും കുഴപ്പമില്ല, കോസ്റ്റ്ലി ആയിരുന്നാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ ഞാനൊരു കൽമാസും മസാല ബോണ്ടിയും വാങ്ങിച്ചിട്ടുണ്ട്, ചായയും. ഓക്കെ. വേറെ ഷവർമാനത്തിൽ വേണ്ട അല്ലേ? വയറ് നിറഞ്ഞില്ല. അതപ്പോ ഒരു പോക്കറ്റ് ഷവർമയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കയ്പ്പ് ചായ. കുറച്ച് മധുരം വരുമോ? കയ്പ്പാണത്. ഇവിടെ എങ്ങനെ കയ്പ്പിൽ ചായ കുടിക്കാം? വെറുതെ എപ്പോഴും പുറത്തോട്ട് ചായ വാങ്ങുന്നത്. മധുരം പറയുന്നത് മധുരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്പൂണോ മധുരം അതെ ഫുള്ളിടണപ്പോ കലങ്ങിയില്ല. നല്ല കയ്പ് അങ്ങനെ തന്നെ. എന്താ കഴിക്കണേ? അമ്മേ എന്തൊരു ട്രാഫിക്കാ. ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ കഴിഞ്ഞ് നടക്കുന്ന അറിയില്ല. എന്തായാലും നമ്മൾ ഹോപ്പ് വെച്ച് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് ആ ഗ്രീൻ കളർ ഫ്ലാഗ് ഒക്കെ കാണുന്നുണ്ടോ? അതെന്താണ് ഇവിടെ രാജ്യത്തിന്റെ ഫ്ലാഗ് ആണോ അത്? സൗദി ഫ്ലാഗ് ആണല്ലേ. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ എഴഞ്ഞ് കഴിഞ്ഞിട്ടാ പോണത്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അറിയില്ല. പക്ഷെ ഹോപ്പിലോട്ട് മുന്നോട്ട്. ഓക്കെ. പിള്ളേരൊക്കെ വണ്ടിയില് കൊടിയും പിടിച്ചിട്ട്, കൊടിയൊക്കെ എന്തെങ്കിലും ലോക്കൽ ഭാഷ അല്ലേ? കുഴപ്പമില്ല അല്ലേ? പോലീസ് നിക്കുന്നു. പോലീസ് കോർണിഷ് എത്തിയാ? ഞാൻ പറഞ്ഞ കോർണിഷ് എത്തിയിട്ടില്ല. അത് ഇനി എപ്പോ എത്തും? അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടൂടെ? അപ്പൊ നിറഞ്ഞുട്ട ആൾക്കാര്. കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാവൂലേ? ഇനിയും തിരക്കൂടില്ലേ? പിന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാം. എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടിയാലായില്ലേ? അതെ, കംപ്ലീറ്റ് പാർക്കിംഗ് ഫിൽഡ് ആണ് കേട്ടാ. എവിടെയെങ്കിലും
സൂചി കുത്താൻ ഒരു ഇടം കിട്ടിയാൽ നമ്മൾ കാർ കയറ്റുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ടെന്റിക്ക് വർക്ക് ചെയ്യണത് 5 സ്റ്റാറാ 7 സ്റ്റാറാ 5 സ്റ്റാർ ഹോട്ടൽ കൊള്ളാം അല്ലേ? ആ വീഡിയോ എടുത്ത് വെക്കാൻ നമുക്ക് ഓർമ്മിക്കാമല്ലോ, സൗദിയിൽ ആ മലയാളത്തിൽ വർക്ക് ചെയ്തത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ചെറിയ പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. കുട്ടീനെ ഒക്കെ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോർണിഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർ ഷോ കാണാൻ വന്നാണ്, കഴിഞ്ഞെന്ന് തോന്നുന്നു. അതിന് കാരണം അതിന്റെ മുന്നോടിയായിട്ടുള്ള പരിപാടികളൊന്നും കാണില്ല. ഇവിടെ പുല്ലായതുകൊണ്ട് അവനെ എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളപ്പോ കോർണിഷ് എത്തി. നല്ല അടിപൊളി വ്യൂ, നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയണത്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് 10 മാർക്കിന്റെ ആൻസർ. ശരി, എന്താ പറഞ്ഞു പറ. എയർ ഷോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കണ്ടില്ല, ഇന്നെന്താന്ന് അറിയില്ല. അവിടെ ഉണ്ടാവും, അപ്പുറത്ത് ചെയ്തായിരിക്കും. ഇവിടെ ഞാൻ കണ്ടില്ല, അതെന്നെ പറഞ്ഞോണ്ടിരിക്കും. അതെ, നമ്മളെത്തി. നമ്മൾ എയർ ഷോ കാണാൻ വന്നാണ്, പക്ഷെ അത് കഴിഞ്ഞു എന്ന് തോന്നണു. ഞാനിവിടെ നിങ്ങളുടെ ആര് കാണാനാണ് അതൊക്കെ? എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ 5 വ്യൂവേഴ്സിന് എൻ്റെ മകം എൻ്റെ തരാം, അത് മാത്രമേ കാണാണ്ടുള്ളൂ. പക്ഷെ നമ്മൾ വന്ന് കുഴപ്പമില്ല, കാരണം നമുക്കിപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞ് നല്ല സമാധാനം നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എയർ ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സൺ ഷോ കണ്ടു നിൽക്കാം. ഇതല്ലേ സൺസെറ്റ്? സൺസെറ്റ് എന്ന് പറയാം. എയർ ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു തരി പോലും വിഷമില്ല. നമ്മൾ സൺ ഷോ കണ്ട് സമാധാനിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ മോനെ തിരിച്ച് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു ജാതി സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ആ കാറ്റൊന്നും അങ്ങനെ ചേർന്നില്ലെങ്കിലും നല്ല വോയിസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഫ്ലോപ്പായി. കുഴപ്പമില്ല, നമ്മൾ കുറച്ചേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോകാന്ന് വിചാരിക്കും. നമ്മൾ എയർ ഷോ കാണാൻ വേണ്ടാട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മൾ വരുമ്പോഴേക്കും അത് കഴിഞ്ഞുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, നല്ല വൈബായിരുന്നു. കുറെ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. എല്ലായിടത്തും ഫ്ലാഗ് ആണ്. ഇവരുടെ ഷോ ഒക്കെ കഴിഞ്ഞെങ്കിലും ഫ്ലാഗ് അയച്ചു വെച്ചിട്ടില്ല. അത് അയച്ചു വെക്കുവോ? എല്ലാരും അവിടെ നിസ്കരിക്കാൻ തുടങ്ങി കേട്ടാ. ബാങ്ക് കൊടുത്തിട്ടുള്ളോ, അതുകൊണ്ട്. അപ്പോ നമ്മള് വെടിക്കെട്ടൊക്കെ കാണാൻ വിചാരിച്ചിട്ട് വന്നു. പക്ഷെ ഇവനെ കൊണ്ട് പോകുന്നത് റിസ്ക് ആണെന്ന് ആലോചിച്ചപ്പോ നമ്മൾ പ്ലാൻ മാറ്റിയായിരുന്നു. പ്ലാൻ ബിയിലോട്ട് പോയി നമ്മൾ എയർ ഷോ കാണാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എയർ ഷോ ഞങ്ങൾ വരുമ്പോഴേക്കും കഴിഞ്ഞിരുന്നു ഗായ്സ്. അതുകൊണ്ട് നല്ല വൈബായിരുന്നു കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ സംതൃപ്തി അടങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ എയർ ഷോ കാണാൻ വിചാരിച്ചിട്ട് കോർണിഷിക്ക് വന്നു. പക്ഷെ നമ്മൾ വരുമ്പോഴേക്കൊക്കെ എയർ ഷോ കഴിഞ്ഞു. പക്ഷെ സാരമില്ല, അല്ലാണ്ട് തന്നെ നല്ല വൈബായിരുന്നു, കൊള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.